നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജെസി. പ്രധാന വാർത്തകൾ. വാൾമാർട്ടിലൂടെ കയർ ഉൽപ്പന്നങ്ങളുടെ അന്താരാഷ്ട്ര വിപണി കൂടുതൽ വിപുലീകരിക്കാനാകുമെന്ന് കയർ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. വാൾമാർട്ട് ഓൺലൈൻ മുഖാന്തരം വിൽപ്പന നടത്തുന്നതിനുള്ള കയർ ഉൽപ്പന്നങ്ങളുടെ ആദ്യ കണ്ടെയ്നർ ഫ്ളാഗ് ഓഫും കയർ ക്രാഫ്റ്റ് ഷോറൂമിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ ബൈപ്പാസിൽ കുതിരപ്പന്തി ഇരവുകാട് ഭാഗത്ത് വെച്ച് ലോറി നിയന്ത്രണം തെറ്റി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ മരണപ്പെട്ട സംഭവത്തിൽ ഡ്രൈവിംഗിനിടെ അമിത രക്തസമ്മർദ്ദം മൂലമെന്ന് പ്രാഥമിക നിഗമനം. കൊല്ലം സ്വദേശി ജസ്റ്റിനാണ് അപകടത്തിൽ മരണപ്പെട്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇരകൾക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ചും കൊല്ലം MLA മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. രോഗികൾക്കാവശ്യമായ ചികിത്സ ലഭ്യമാക്കാൻ കേരളത്തിന് കഴിയുന്നുണ്ടെന്നും എന്നാൽ രാജ്യത്ത് പലയിടങ്ങളിലും കാര്യമായ ചികിത്സ ലഭ്യമാകുന്നില്ല എന്നും CPIM ജില്ലാ സെക്രട്ടറി R നാസർ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നഴ്സുമാരുടെ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കയർ വ്യവസായ പ്രതിസന്ധി പരിഹരിക്കുക, കയറിന് നിലവിലുണ്ടായിരുന്ന സബ്സിഡി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ കയർ മാനുഫാക്ചറേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിലെ ആർട്ടിസ്ട്രി ജുവലറി ഷോയ്ക്ക് തുടക്കമായി. സ്വർണം, ഡയമണ്ട്, മറ്റ് അമൂല്യ രത്നങ്ങൾ എന്നിവയിൽ തീർത്ത വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ കമനീയ ശേഖരം 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശന വിപണന മേളയിൽ ഉണ്ടാകുമെന്ന് ഷോറൂം അധികൃതർ പറഞ്ഞു. വാർത്തകൾ വിശദമായി. വാൾമാർട്ടിലൂടെ കയർ ഉൽപ്പന്നങ്ങളുടെ അന്താരാഷ്ട്ര വിപണി കൂടുതൽ വിപുലീകരിക്കാനാകുമെന്ന് കയർ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. വാൾമാർട്ട് ഓൺലൈൻ മുഖാന്തരം വിൽപ്പന നടത്തുന്നതിനുള്ള കയർ ഉൽപ്പന്നങ്ങളുടെ ആദ്യ കണ്ടെയ്നർ ഫ്ളാഗ് ഓഫും കയർ ക്രാഫ്റ്റ് ഷോറൂമിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കയർ കോർപ്പറേഷന്റെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയുടെ വാൾമാർട്ടിന്റെ ഗോഡൌണിലേക്ക് നൽകി തുടങ്ങുന്നതോടെ കയറിന്റെ അന്താരാഷ്ട്ര കമ്പോളത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് സാധ്യമാവുന്നതെന്ന് വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. വാൾമാർട്ട് ഓൺലൈൻ മുഖാന്തരം വിൽപ്പന നടത്തുന്നതിനുള്ള കയർ ഉൽപ്പന്നങ്ങളുടെ ആദ്യ കണ്ടെയ്നർ ഫ്ളാഗ് ഓഫും കയർ ആൻഡ് ക്രാഫ്റ്റ് ഷോറൂം ഉദ്ഘാടനവും പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് പരിശീലനം നേടിയ തൊഴിലാളികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടുത്ത നവംബറിൽ ഡിസംബറിൽ അടുത്ത കണ്ടെയ്നറും യാത്ര തിരിക്കുക. അത് ഷോറൂമിലേക്ക് ഫിസിക്കലായിട്ട് തന്നെ ഷോറൂമുകളിലേക്കാണ് വാൾമാർട്ടിൻ്റെ. അപ്പോൾ അത് കുറേ കൂടി നമുക്ക് മൂല്യം കിട്ടും, വിപണന സാധ്യത കൂടും. പിന്നെ അവരുടെ ഒരു സബ്സിഡറി ഉണ്ട്, അവരുടെ ആദ്യഘട്ട സർട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞു. ഇതൊന്നുകൂടി അവർ വരും. ആ സർട്ടിഫിക്കേഷൻ കുറച്ചുകൂടി കടുപ്പമുള്ളതാണ്, എന്നാലും നമ്മളെല്ലാവരും കൂടി വിചാരിച്ചാൽ അതും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ വന്നാൽ ബൾക്കായിട്ട് ഓർഡർ ലഭിക്കും. കഴിഞ്ഞ ദിവസം ഞാനും പ്രിൻസിപ്പൽ സെക്രട്ടറി BMW അവർ വന്നപ്പോൾ അവരുമായൊരു ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഒരു സാധ്യത, കൊയർ എങ്ങനെ അവർക്ക് കാറിനകത്തേക്ക് അതിൽ അവർക്ക് പോയിന്റ് കിട്ടും, പ്രത്യേകമായൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് സാധിക്കുമോ? ഇപ്പോൾ ലോകം അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലൈഫ് സയൻസ് പാർക്കിൽ 210 കോടിയുടെ CSIRന്റെ പ്രൊജക്റ്റ് അവിടെ വരാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ പ്രസൻറ്റേഷനിൽ ഞാൻ കണ്ടൊരു ഭാഗം കൊയറും റബ്ബറും ചേർന്നിട്ടുള്ള പുതിയ ഒരു എക്കോ ഫ്രണ്ട്ലി സംവിധാനം വലിയ ഡിമാൻഡ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നിലവിൽ 1.5 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് വാൾമാർട്ടിന്റെ ഓൺലൈൻ മാർക്കറ്റിലേക്ക് ആദ്യഘട്ടമായി നൽകുന്നത്. ഡിസംബറോടെ അടുത്ത കണ്ടെയ്നർ അയക്കാൻ കഴിയും. നേരിട്ട് ഷോറൂമിലേക്ക് തന്നെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതാണ് അടുത്ത ഘട്ടം. ഗുണമേന്മയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് പ്രധാനമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ H സലാം MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ്മ, കയർ കോർപ്പറേഷൻ ചെയർമാൻ G വേണുഗോപാൽ, കയർ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ്, കയർ കോർപ്പറേഷൻ മുൻ ചെയർമാൻ R നാസർ, കയർ വകുപ്പ് ഡയറക്ടർ ആനി ജൂല തോമസ്, BPT എക്സിക്യൂട്ടീവ് ചെയർമാൻ K അജിത് കുമാർ, കയർ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പ്രതീഷ് G പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ബൈപ്പാസിൽ കുതിരപ്പന്തി ഇരവുകാട് ഭാഗത്ത് വെച്ച് ലോറി നിയന്ത്രണം തെറ്റി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ മരണപ്പെട്ട സംഭവത്തിൽ ഡ്രൈവിംഗിനിടെ അമിത രക്തസമ്മർദ്ദം മൂലമെന്ന് പ്രാഥമിക നിഗമനം. കൊല്ലം സ്വദേശി ജസ്റ്റിനാണ് അപകടത്തിൽ മരണപ്പെട്ടത്.
ആലപ്പുഴ ബൈപ്പാസിൽ കുതിരപ്പന്തി ഇരവുകാട് ഭാഗത്ത് വെച്ച് ചരക്ക് കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ മരണപ്പെട്ടതായ സംഭവം ഡ്രൈവിംഗിനിടെ അമിത രക്തസമ്മർദ്ദം മൂലമെന്ന് പ്രാഥമിക നിഗമനം. ബുധനാഴ്ച പുലർച്ചെ 5:30 കൊല്ലം ആദിച്ചനല്ലൂർ ജീലി ഭവനിൽ ഷാജി എന്ന ജസ്റ്റിൻ ജോണിന്റെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടായത്. എറണാകുളത്തു നിന്നും കോൺക്രീറ്റ് കമ്പിയുമായി കൊല്ലത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് ബൈപ്പാസിലെ എലിവേറ്റഡ് ഹൈവേ അവസാനിക്കുന്ന ഭാഗത്ത് വെച്ച് നിയന്ത്രണം തെറ്റി താഴ്ചയിലേക്ക് മറിഞ്ഞത്. പ്രദേശവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് അഗ്നിശമന സേന എത്തിയാണ് ലോറിയിൽ നിന്നും ഡ്രൈവറായ ജസ്റ്റിനെ പുറത്തെടുത്ത് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്ന ആളാണ് ജസ്റ്റിനെന്നും രക്തസമ്മർദ്ദം കൂടി ആന്തരിക രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്നാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനമെന്നും അധികൃതരും സൂചിപ്പിക്കുന്നു. എലിസബത്താണ് ജസ്റ്റിന്റെ ഭാര്യ. ജിലി, ജിത്തു എന്നിവർ മക്കളും. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇരകൾക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ചും കൊല്ലം MLA മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇരകൾക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ചും കൊല്ലം MLA മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ട്രേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ KPCC ജനറൽ സെക്രട്ടറി A.A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം MLA ചലച്ചിത്ര നടനായ ശ്രീ നമുക്കെല്ലാവർക്കും അറിയാം, ആ കൊല്ലം MLA-യുടെ നടപടി ഉൾപ്പെടെ ശ്രീ സിദ്ദീഖിന്റെ നടപടി ഉൾപ്പെടെ നിരവധി സിനിമാ സംവിധായകരും ചലച്ചിത്ര താരങ്ങളും ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ലൈംഗിക ചേഷ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിലും ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാത്ത ഗവൺമെന്റിന്റെ ആ നടപടികൾക്കെതിരായുമുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായും തുടർ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടുള്ള സമരമാണ് ഇന്ന് ആലപ്പുഴ ജില്ലയടക്കം സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നടക്കുന്നത്. DCC പ്രസിഡന്റ് B. ബാബു പ്രസാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ MJ ജോബ്, P. ശ്രീകുമാർ, ജോൺസൺ എബ്രഹാം, B. സഞ്ജീവ് ഭട്ട്, മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാർ, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ, DCC ഭാരവാഹികൾ തുടങ്ങിയവർ പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യുക, സാംസ്കാരിക മന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ കൂട്ടായ്മയിൽ ഉന്നയിച്ചു. രോഗികൾക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കാൻ കേരളത്തിന് കഴിയുന്നുണ്ടെന്നും എന്നാൽ രാജ്യത്ത് പലയിടങ്ങളിലും കാര്യമായ ചികിത്സ ലഭ്യമാകുന്നില്ല എന്നും CPM ജില്ലാ സെക്രട്ടറി R. നാസർ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നഴ്സുമാരുടെ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗികൾക്കാവശ്യമായ ചികിത്സ ലഭ്യമാക്കാൻ കേരളത്തിന് കഴിയുന്നുണ്ടെന്നും എന്നാൽ രാജ്യത്ത് പലയിടങ്ങളിലും കാര്യമായ ചികിത്സ ലഭ്യമാകുന്നില്ല എന്നും CPIM ജില്ലാ സെക്രട്ടറി R. നാസർ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നഴ്സുമാരുടെ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗികൾക്ക് ആവശ്യമായ ചികിത്സ നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ അത് നടക്കുന്നില്ല. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ചികിത്സ പോലും ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. അപ്പൊ അതിൽ വ്യത്യസ്തമായി കേരളം വളരെ മാതൃകാപരമായ കുറെ പ്രവർത്തനം നടത്തുന്നുണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജുകളും നമ്മുടെ ജനറൽ ആശുപത്രികളും നമ്മുടെ PHCകളും എല്ലാം തന്നെ കുറെയെല്ലാം കാര്യക്ഷമമായി പോകുന്നുണ്ട്. പക്ഷേ അവിടെ ആവശ്യത്തിന് സ്റ്റാഫിൽ അത് പ്രത്യേകിച്ച് നഴ്സുമാരില്ല. നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത എന്താണ്? നഴ്സിംഗ് BSc നഴ്സിംഗ് പാസ്സായാൽ ഒരാൾ ഇവിടെ ജോലി ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഈ കേരളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറാണോ? നഴ്സിംഗ് പാസ്സായി കഴിഞ്ഞാൽ നഴ്സിംഗ് സാധാരണ വിദ്യാർത്ഥികൾ എന്നും മാത്രം പേരാ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നഴ്സിംഗ് പഠിച്ചു. KGNA ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് AD സുമോൾ കൂട്ടധർണയിൽ അധ്യക്ഷത വഹിച്ചു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി L. ദീപ, NGO യൂണിയൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി C. സിലീഷ്, KSTA ആലപ്പുഴ ജില്ലാ സെക്രട്ടറി PD. ജോഷി, KGOA ആലപ്പുഴ ജില്ലാ സെക്രട്ടറി രമേശ് ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി PS. അനിൽകുമാർ സ്വാഗതവും ജില്ലാ ട്രഷറർ AR. ലീനാമോൾ നന്ദിയും പറഞ്ഞു.
രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക, കേരളത്തിന്റെ ആരോഗ്യ മികവ് നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങളും കൂട്ടധർണയിൽ ഉന്നയിച്ചു. കയർ വ്യവസായ പ്രതിസന്ധി പരിഹരിക്കുക, കയറിന് നിലവിലുണ്ടായിരുന്ന സബ്സിഡി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ കയർ മാനുഫാക്ചേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കയർ വ്യവസായ പ്രതിസന്ധി പരിഹരിക്കുക, കയറിന് നിലവിലുണ്ടായിരുന്ന സബ്സിഡി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ കയർ മാനുഫാക്ചേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കയർ കോർപ്പറേഷന് മുന്നിൽ നടത്തിയ ധർണ ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ NS ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കയർ വ്യവസായം കേരളത്തിന്റെയും പ്രത്യേകിച്ച് ആലപ്പുഴയുടെയും വ്യവസായം മാത്രമായിരുന്നുവെങ്കിൽ ഇന്നത് മാറി തമിഴ്നാടെല്ലാം കേന്ദ്രീകരിച്ച് കയർ വ്യവസായം കൂടുതൽ മേഖലയിലേക്ക് മാറിയിരിക്കുന്ന സാഹചര്യം. പഴയതിൽ നിന്ന് വ്യത്യസ്തമായ മത്സരം ഈ മേഖലയിൽ ഇന്ന് ശക്തമാണ്. അത്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെയും നടുവിൽ കയർ മേഖല നിൽക്കുമ്പോഴും കേരളത്തിൽ അവശേഷിക്കുന്ന കയർ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MP പവിത്രൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി D സനൽകുമാർ, KV സതീശൻ, NV തമ്പി, PP ബിനു, KK പ്രഭു, P മുജേഷ് കുമാർ, KP പ്രകാശൻ, ED രാജേന്ദ്രൻ, D ദീപു, NS അനിൽകുമാർ, PP പ്രകാശൻ, K സുധീഷ്, K സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉൽപാദന ചെലവിന് അനുസൃതമായി ഉൽപ്പന്ന വില പുതുക്കി തീരുമാനിക്കുക, ഉൽപാദന മേഖലയ്ക്ക് ആവശ്യമായ കയർ റണ്ണേജ് അനുസരിച്ച് കയർ ഫെഡ് നൽകുക, സഹകരണ സംഘങ്ങൾക്ക് കയർ കോർപ്പറേഷൻ നൽകുവാനുള്ള ഉൽപ്പന്നങ്ങളുടെ വില പൂർണ്ണമായും നൽകുക, സംഘങ്ങൾക്ക് നൽകുവാനുള്ള MDA പൂർണ്ണമായും നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ ധർണയിൽ ഉന്നയിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിലെ ആർട്ടിസ്ട്രി ജുവലറി ഷോയ്ക്ക് തുടക്കമായി. സ്വർണം, ഡയമണ്ട്, മറ്റ് അമൂല്യ രത്നങ്ങൾ എന്നിവയിൽ തീർത്ത വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ കമനീയ ശേഖരം 4 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രദർശന വിപണന മേളയിൽ ഉണ്ടാകുമെന്ന് ഷോറൂം അധികൃതർ പറഞ്ഞു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിലെ ആർട്ടിസ്ട്രി ജുവലറി ഷോയ്ക്ക് തുടക്കമായി. സ്വർണം, ഡയമണ്ട്, മറ്റ് അമൂല്യ രത്നങ്ങൾ എന്നിവയിൽ തീർത്ത വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ കമനീയ ശേഖരം 4 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രദർശന വിപണന മേളയിലുണ്ടാകും. രാജകുടുംബങ്ങൾ പൈതൃക സ്വത്തായി കൈമാറി വന്നതും പൗരാണിക പാരമ്പര്യവുമുള്ള അമൂല്യ ആഭരണങ്ങൾ പ്രദർശനത്തിന്റെ മാറ്റുകൂട്ടി. താലി ആഭരണങ്ങളുടെ പ്രദർശനം, മാണിക്യ, മരതക, രത്നക്കല്ലുകളുടെ വലിയ ശേഖരം ഇവയെല്ലാം തന്നെ ആലപ്പുഴ ഷോറൂമിൽ നടത്തുന്ന പ്രദർശന വിപണന മേളയുടെ പ്രത്യേകതയാണ്. സെപ്റ്റംബർ 1 വരെ ആലപ്പുഴ ഷോറൂമിൽ സംഘടിപ്പിച്ചിരിക്കുന്ന മേള ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള 9ഓളം നവവധുക്കൾ ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിന്റെ ഭാഗമായി നിർധന കുടുംബങ്ങൾക്കുള്ള ഭവന നിർമ്മാണ ധനസഹായ വിതരണവും നടത്തി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂം ഹെഡ് VV അബ്ദുൾ സലീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഷോറൂം ഹെഡ് വിമൽ പുതുപ്പറമ്പിൽ, PRO ഗണേഷ് കുമാർ R. പിള്ളൈ, ഷോറൂം മാനേജർ KG അനൂജ്, അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർ VK റിയാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സെപ്റ്റംബർ 30 വരെ ആലപ്പുഴ ഷോറൂമിൽ നിന്നും വാങ്ങുന്ന ഓരോ 25,000 രൂപയുടെ പർച്ചേസിനും ഉപഭോക്താക്കൾക്ക് സ്വർണ്ണ നാണയം സമ്മാനമായി ലഭിക്കുമെന്നും ഷോറൂം ഹെഡ് VV അബ്ദുൾ സലീം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വാൾമാർട്ടിലൂടെ കയറുൽപ്പന്നങ്ങളുടെ അന്താരാഷ്ട്ര വിപണി കൂടുതൽ വിപുലീകരിക്കാനാകുമെന്ന് കയർ വകുപ്പ് മന്ത്രി P. രാജീവ് പറഞ്ഞു. വാൾമാർട്ട് ഓൺലൈൻ മുഖാന്തരം വിൽപ്പന നടത്തുന്നതിനുള്ള കയർ ഉൽപ്പന്നങ്ങളുടെ ആദ്യ കണ്ടെയ്നർ ഫ്ളാഗ് ഓഫും കയർ ക്രാഫ്റ്റ് ഷോറൂമിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ ബൈപ്പാസിൽ കുതിരപ്പന്തി ഇരവുകാട് ഭാഗത്ത് വെച്ച് ലോറി നിയന്ത്രണം തെറ്റി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ മരണപ്പെട്ട സംഭവത്തിൽ ഡ്രൈവിംഗിനിടെ അമിത രക്തസമ്മർദ്ദം മൂലമെന്ന് പ്രാഥമിക നിഗമനം. കൊല്ലം സ്വദേശി ജസ്റ്റിനാണ് അപകടത്തിൽ മരണപ്പെട്ടത്.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇരകൾക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ചും കൊല്ലം MLA മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. രോഗികൾക്കാവശ്യമായ ചികിത്സ ലഭ്യമാക്കാൻ കേരളത്തിന് കഴിയുന്നുണ്ടെന്നും എന്നാൽ രാജ്യത്ത് പലയിടങ്ങളിലും കാര്യമായ ചികിത്സ ലഭ്യമാകുന്നില്ല എന്നും CPIM ജില്ലാ സെക്രട്ടറി R. നാസർ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നഴ്സുമാരുടെ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കയർ വ്യവസായ പ്രതിസന്ധി പരിഹരിക്കുക, കയറിന് നിലവിലുണ്ടായിരുന്ന സബ്സിഡി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ കയർ മാനുഫാക്ചറേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിലെ ആർട്ടിസ്ട്രി ജുവലറി ഷോയ്ക്ക് തുടക്കമായി. സ്വർണം, ഡയമണ്ട്, മറ്റ് അമൂല്യ രത്നങ്ങൾ എന്നിവയിൽ തീർത്ത വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ കമനീയ ശേഖരം 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശന വിപണന മേളയിൽ ഉണ്ടാകുമെന്ന് ഷോറൂം അധികൃതർ പറഞ്ഞു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.